തുടർച്ചയായി 10 രാത്രികൾ ആകാശത്ത് നിന്ന് തീമഴ പെയ്യിച്ച പടുകൂറ്റൻ യുദ്ധവിമാനങ്ങളും മിസൈലുകളും ലോകത്തിലെ ഏറ്റവും വലിയ അധിനിവേശ ശക്തി എന്ന അഹങ്കരിച്ച ഒരു വൻകിട രാജ്യം തങ്ങളുടെ ആവനാഴിയിലെ അവസാനത്തെ ആയുധവും പുറത്തെടുത്ത് നടത്തിയ ക്രൂരമായ വ്യോമാക്രമണം. പക്ഷേ തരിപ്പണമായി പോകുമെന്ന് കരുതിയ ഒരു രാജ്യം അവിടെ നിന്ന് പതറാതെ നിവർന്നു നിന്നു. അതെ, പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധക്കൊതിയുമായി ഇറങ്ങി പുറപ്പെട്ട അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് നെഞ്ചു വിരിച്ചു മറുപടി നൽകിയിരിക്കുകയാണ് ഇറാൻ. അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒന്നൊന്നായി കത്തിയെരിഞ്ഞപ്പോൾ പെന്റഗണിലെ ജനറൽമാർക്ക് പിഴച്ചത് എവിടെയാണ്? ലോക വ്യാപാരത്തിന്റെ ഞരമ്പായ ഹോർമുസ് കടലെടുപ്പിൽ വീണ്ടും സ്വന്തം പരമാധികാരം ഉറപ്പിച്ച അമേരിക്കൻ സഖ്യസേനയെ ഞെട്ടിച്ച ഇറാന്റെ ആ മാസ്റ്റർ പ്ലാൻ എന്തായിരുന്നു? ഭീഷണി മുഴക്കിയ നാവ് കൊണ്ട് തന്നെ ഒടുവിൽ വെടിനിർത്തലിനായി യാചിക്കേണ്ടി വന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ദയനീയ വീഴ്ചയുടെ പൂർണ്ണ രൂപമറിഞ്ഞാൽ നിങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും. അധിനിവേശ ശക്തികളെ മുട്ടുകുത്തിച്ച ഇറാന്റെ പ്രതിരോധ വീര്യത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. ജൂലൈ 21-ന് അമേരിക്കൻ സൈന്യം തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇറാന്റെ സുപ്രധാന കമാൻഡ് സെന്ററുകൾ തകർത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് രംഗത്തെത്തിയത്. മേഖലയിൽ ഭീതി വിതയ്ക്കാൻ പശ്ചിമേഷ്യയിലെമ്പാടും കൂടുതൽ പോർ വിമാനങ്ങളും ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന റിഫ്യൂവലിംഗ് സംവിധാനങ്ങളും അമേരിക്ക വൻതോതിൽ വിന്യസിച്ചു. ഒരു ദ്രുത വിജയം അല്ലെങ്കിൽ ഇറാന്റെ പൂർണ്ണമായ കീഴടങ്ങൽ, ഇതായിരുന്നു ട്രംപ് ഭരണകൂടം കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ അവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്. ആകാശമാർഗമുള്ള ഭീഷണികൾക്ക് മുന്നിൽ ഭയന്നോടുന്ന ഒരു ഇറാനെയല്ല ലോകം കണ്ടത്. സ്വന്തം പരമാധികാരവും അതിർത്തികളും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഉറച്ച നിലപാടിൽ ഇറാനിയൻ സായുധ സേന നിലയുറപ്പിച്ചു. അമേരിക്ക എത്ര വലിയ ശക്തിയാണെങ്കിലും തങ്ങളുടെ മണ്ണിലേക്ക് കടന്നു കയറിയാൽ ആഗോള തലത്തിൽ വൻ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ തെളിയിച്ചു. അമേരിക്കൻ ആക്രമണം നടന്ന നിമിഷങ്ങൾക്കകം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ പ്രതിരോധ സേനയും അനുബന്ധ ഘടകങ്ങളും തിരിച്ചടി തുടങ്ങി. കുവൈറ്റിലും ജോർദാനിലും ബഹ്റൈനിലും ഇറാഖിലും നിലയുറപ്പിച്ചിരുന്ന അമേരിക്കയുടെ തന്ത്രപ്രധാനമായ സൈനിക സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ട ഇറാൻ തൊടുത്ത കൃത്യതയാർന്ന മിസൈലുകൾ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ സകല പോരായ്മകളും പരസ്യമായി തുറന്നുകാട്ടി. തങ്ങളുടെ അത്യാധുനിക ഷീൽഡുകളെ തുളച്ചു കയറി വന്ന ഇറാന്റെ പ്രഹരശേഷി കണ്ടതോടെ പെന്റഗൺ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തിരിച്ചു. കേവലം സൈനിക താവളങ്ങൾ ആക്രമിക്കുക മാത്രമായിരുന്നില്ല ഇറാന്റെ തന്ത്രം. വിദേശ മണ്ണിൽ അധിനിവേശം നടത്തുന്ന അമേരിക്കയ്ക്ക് ഏറ്റവും വേദനാജനകമായ ഇടത്ത് തന്നെ പ്രഹരിക്കാൻ ഇറാന് തീരുമാനിച്ചു. ലോക ആഗോള വ്യാപാരത്തിന്റെയും ഊർജ ഗതാഗതത്തിന്റെയും ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. അമേരിക്കൻ നാവികസേനയുടെ ഭീമൻ കപ്പലുകൾ അടുത്തുണ്ടായിട്ടും അവരെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് കടലിടുക്കിലൂടെയുള്ള എല്ലാ സമുദ്ര ഗതാഗതത്തിന്റെയും നിയന്ത്രണം തങ്ങളുടെ കൈകളിലാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. അവിടെ കൂടി നീങ്ങിയ കപ്പലുകൾക്ക് നേരെ ഇറാനിയൻ സേന നടത്തിയ കർശനമായ നിരീക്ഷണവും തടസ്സങ്ങളും ആഗോള സാമ്പത്തിക രംഗത്തെ പിടിച്ചുകുലുക്കി. ഈ ഘട്ടത്തിലാണ് സാമ്പത്തിക വിപണിയിലെ വൻകിട ശക്തിയായ ഗോൾഡ്മാൻ സാക്സസ് ഞെട്ടിക്കുന്ന മുന്നറിയിപ്പ് നൽകിയത്. ഈ സംഘർഷം ഇനിയും തുടർന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 കടക്കും. ഇതോടെ കഥയാകെ മാറി. അമേരിക്കയിലെയും പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും സാമ്പത്തിക ഭദ്രതയെ തന്നെ തകർത്തു കളയാൻ പോന്ന ഒരു ബ്രഹ്മാസ്ത്രമായിരുന്നു ഇറാന്റെ ഈ നീക്കം. തങ്ങളുടെ സൈനികർ കൊല്ലപ്പെടുകയും ശവപ്പെട്ടികൾ ഒന്നൊന്നായി അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തതോടെ ട്രംപിന് മേൽ വലിയ ജനരോഷം ഇരമ്പിരമ്പി വന്നു. കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വന്ന അമേരിക്കൻ ഭരണകൂടത്തിന് ഇറാനെതിരെയുള്ള നീക്കങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വന്നു. ഈ ഘട്ടത്തിൽ പ്രകോപിതനായ ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അമേരിക്കൻ ചോരയ്ക്ക് വലിയ വില നൽകേണ്ടി വരും എന്ന വലിയ വാക്കുകളിൽ ഭീഷണി മുഴക്കിയെങ്കിലും യാഥാർത്ഥ്യം മറിച്ചായിരുന്നു. ഇസ്രയേലുമായി ചേർന്ന
കൂടുതൽ വലിയൊരു യുദ്ധത്തിലേക്ക് പോയാൽ നേരിടേണ്ടി വരുന്ന വൻ നാശനഷ്ടങ്ങൾ ട്രംപിനെ ഭയപ്പെടുത്തി. ഒടുവിൽ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെടാൻ പോലും അമേരിക്കൻ ഭരണകൂടം നിർബന്ധിതമായി എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ തകർക്കാനാവാത്ത ഈ പ്രതിരോധം കണ്ടതോടെ ഈജിപ്ത്, പാകിസ്ഥാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്തമായി പുതിയൊരു വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. മേഖലയിലെ മധ്യസ്ഥർ മുഖേന സംഘർഷം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ 10 ദിവസത്തെ ഒരു കൂളിംഗ് ഓഫ് ടൈം കാലയളവ് വാഗ്ദാനം ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കരാർ പുനരുജ്ജീവിപ്പിക്കാൻ തങ്ങൾക്ക് താല്പര്യമുണ്ടെന്നും വ്യക്തമാക്കിയെങ്കിലും തങ്ങളുടെ വ്യവസ്ഥകളിൽ മാത്രമേ വിട്ടുവീഴ്ചയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയാൻ ഇറാൻ കാണിച്ച ആർജവം പശ്ചിമേഷ്യയിലെ ഇറാന്റെ സ്ഥാനം എത്രത്തോളം ശക്തമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. അമേരിക്കയുടെ ഏകപക്ഷീയമായ അധിനിവേശങ്ങൾക്ക് അറബിക്കടലിലും ഹോർമുസ് കടലിടുക്കിലും ഇറാൻ തീർത്ത ഈ പ്രതിരോധ മതിൽ ഭാവിയിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയ്ക്കുള്ള വലിയൊരു വഴിത്തിരിവാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്യാധുനിക ആയുധങ്ങളും കോടികളുടെ ബജറ്റുമുള്ള അമേരിക്കയ്ക്ക് എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ കഴിയാതെ പോയത്? കാരണം സൈനിക ശേഷിയും നയതന്ത്ര തന്ത്രങ്ങളും ഒരേപോലെ പയറ്റാൻ ഇറാൻ ഉണ്ടായിരുന്ന മികവാണത്. ഒരേ സമയം ആകാശത്തും കടലിലും പ്രതിരോധം തീർക്കുമ്പോൾ തന്നെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തങ്ങളുടെ തന്ത്രങ്ങൾക്ക് അനുസരിച്ച് തിരിച്ചുവിടാൻ അവർക്ക് സാധിച്ചു. മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ അമേരിക്കൻ യുദ്ധത്താവളങ്ങൾ ഇനി എവിടെയും സുരക്ഷിതമല്ലെന്ന സന്ദേശമാണ് നൽകുന്നത്. ആഗോള തലത്തിലാകട്ടെ തങ്ങൾ മാത്രമാണ് യജമാനന്മാർ എന്ന് ചിന്തിച്ചിരുന്ന അമേരിക്കൻ വിദേശനയ വിദഗ്ധർക്ക് ലഭിച്ച ഏറ്റവും കനത്ത തിരിച്ചടിയാണിത്. തുടർച്ചയായ 10 രാത്രികളിലെ ക്രൂരമായ വ്യോമാക്രമണങ്ങളെ അതിജീവിച്ച് സ്വന്തം മണ്ണും പരമാധികാരവും സംരക്ഷിച്ചു നിർത്തിയ ഇറാൻ ഇന്ന് പശ്ചിമേഷ്യയിലെ റിയൽ പവർ ഹൗസായി മാറിയിരിക്കുകയാണ്. ഭീഷണിയും അധിനിവേശവും കൊണ്ട് തങ്ങളെ കീഴ്പ്പെടുത്താമെന്ന് കരുതുന്ന ശക്തികൾക്ക് ഇറാൻ നൽകിയ ഈ പാഠം വരുംകാല ആഗോള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുമെന്നതിൽ സംശയമില്ല. ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ വിരട്ടിയിരുന്ന സാമ്രാജ്യത്വ ശക്തികൾ ഇന്ന് ഒരേ സമയം പ്രകോപനം സൃഷ്ടിക്കുകയും മറുവശത്ത് സമാധാനത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്ന ഈ ദയനീയ കാഴ്ചയ്ക്കാണ് ലോകം ഇപ്പോൾ സാക്ഷിക്ക് വഹിക്കുന്നത്. പശ്ചിമേഷ്യൻ മണ്ണിൽ അമേരിക്കയുടെ ഈ പിൻവാങ്ങലും ഇറാന്റെ ശക്തമായ തിരിച്ചുവരവും ആഗോള തലത്തിൽ വൻ മാറ്റങ്ങൾക്കാകും തുടക്കം കുറിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണോ ശരിക്കും പശ്ചിമേഷ്യയിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതോ ട്രംപ് ഭരണകൂടം ഇതിലും വലിയൊരു തിരിച്ചടിക്ക് തന്ത്രങ്ങൾ മെനയുകയാണോ? നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.